Hello guys, welcome back to my channel. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ സുനീറ മിസ്സിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കാറിലാണ് പോകുന്നത്, ആദിത്യന്റെ കാറിലാണ്. ആദിത്യ ഉണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ, കാർത്തിക് പുറത്തെ പയ്യുണ്ട്, പിന്നെ ആദിത്യനുണ്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ വണ്ടി ഓടിക്കുകയാണ്. പാട്ടൊക്കെ സീനാണ്. നമ്മളങ്ങനെ സുനീറ മിസ് വീട്ടിലെത്തി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒന്ന് നമ്മൾ സുനീറ മിസ്സിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു എല്ലാവരും കൂടി. അപ്പോൾ അടിപൊളി ദിവസമായിരുന്നു. വന്നപ്പോൾ തന്നെ നമുക്ക് എന്താ കിട്ടി? പിസ്ത ജ്യൂസ് കിട്ടി. പിന്നെന്താ, പിന്നെ മന്തി കിട്ടി. അല്ല, അതിന് മുന്നേ മറ്റേ എന്താ ഇത് പത്തിരി ഇല്ലേ, എന്താ പറയാ, ഇറച്ചിപ്പത്തിരി നല്ലത് അല്ലേ? അത് കിട്ടി. പിന്നെന്താ കിട്ടി? പിന്നെ മന്തി കിട്ടി, ബിരിയാണി കിട്ടി. പിന്നെ എത്ര ആൾക്കാർ വന്നിക്ക്? ടോട്ടൽ ഒരു 30-35 ആൾ വന്നിട്ടുണ്ട്. ഹാപ്പിയാണോ? ഹാപ്പിയാ. എല്ലാവരും കാണാൻ പറ്റി. 1.5 മാസത്തിന് ശേഷം എല്ലാവരും കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായി. കണ്ണിൽ വെള്ളം വരുന്നുണ്ട്. മൈലേ അളക്കാടെ ഏത് കാറ് ഉണ്ടായാലും അതിന്റെ ഉള്ളിൽ കയറി എന്തെങ്കിലും കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇവരത്തൊക്കെ പോവാ. ആ റൂമിന്റെ ഉള്ളിൽ ഇഷ്ടം മാതിരി ആളുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കുള്ള കിട്ടും. വീട്ടിൽ വന്ന മിസ്സിന് എന്താ പറയാനുള്ളത്? സന്തോഷം. After 2 months later നമ്മൾ എല്ലാവരും വീണ്ടും കണ്ടിരിക്കുന്നു ഗൈസ്. പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കാണൂല. കുറച്ച് ആൾക്കാരൊക്കെ വന്നില്ലേ. പിന്നെ 27-ാം തീയതി എൻഗേജ്മെന്റ് ഉണ്ട്, എല്ലാരും വരണം. 27-ാം തീയതി എൻഗേജ്മെന്റ് ആണ്. എല്ലാരും സൈലന്റ് ആയി വരണം. അപ്പൊ രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ എല്ലാവരും വീട്ടിലെത്തിയാൽ മതി. ഇന്ന് വരാത്ത ആൾക്കാരോടും എല്ലാവരോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്. 27-ാം തീയതി എല്ലാവരും വീട്ടിലെത്തിച്ചേരേണ്ടതാണ്. ഞാൻ വിനീതമായി സ്വാഗതം ചെയ്യുന്നത്. അത് കുടുംബസമേതം വന്നിട്ടില്ലെങ്കിലും നിങ്ങളെങ്കിലും വിറച്ച് പൊടിച്ചേരാൻ ജിമ്മ് പോണ്ടി. പൂജ ജിമ്മ് പോകുന്നുണ്ട്. നല്ല മാറ്റമുണ്ട് പൂജക്ക്. ഫുൾ രാവും പകലും വർക്കൗട്ടാ. മാറ്റം സീക്രട്ട് മാറിയോ? നല്ല വീടാണ്, അടിപൊളി വീടാണ്. പാത്രത്തിലുള്ള റൂമും ബാത്റൂമും ഒക്കെ. നിങ്ങൾ എങ്ങനെയാ അങ്ങോട്ട് വന്ന്? ഞങ്ങള് ഒരു കാറിലാണ് വന്നത്. ഞാന് അഭിഷേക്, ബാസി, അജില്, അബീത്ത്, രാജൻ. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഒരു കാറിലാണ്. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും കാറിലാണ് വന്നത്. കുറച്ച് ആൾക്കാർ മാത്രം ബസ്സിൽ വന്നിട്ടുണ്ട്. ബസ്സിൽ വന്ന മറ്റേ അഞ്ജന അവരുടെ ടീം. നല്ല വീടാട്ടോ. ചെറിയ സ്ഥലം ഉള്ളെങ്കിലും ഇല്ലേ, എള്ളയില് വെച്ചിട്ട് ഈ സ്ഥലവും പിന്നെ ആ കോണിപ്പടി കയറി പോയുള്ള ഒരു സെറ്റപ്പും അത് നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി. മറ്റേ നമ്മളിപ്പോൾ ഒരു കോണിപ്പടി കയറിയാ പിന്നെ അടുത്ത പിന്നെയല്ലേ ഇത്. അവിടെ ഒരു സ്ഥലം നല്ല രസമായി ചെയ്തിട്ടുണ്ട്. മോള് മറ്റേ റൂം ഉണ്ടാക്കാനുള്ള പ്ലാനാ. ഏത് ഡോർ തുറന്നപ്പോൾ ടെറസ്. നിരഞ്ജനോട് എന്താ ചോദിക്കണ്ടേ? മിസ്സിന്റെ കാറിനെ പറ്റിയിട്ടുണ്ട്. ഇവിടെ വ്യൂ പോയിന്റ് അങ്ങനെ സ്പോട്ട് ഉണ്ട്. മിസ്സിന് എന്താ പറയാനുള്ളത്? അടിപൊളി വീട്. അത്ര ഒറ്റ വാക്കിൽ ഒതുക്കുന്നതാണ് എന്റെ ശീലം. നിങ്ങൾക്കൊക്കെ എന്താ പറയാനുള്ളത്? വീടിനെ കുറിച്ച് അടിപൊളി. ഒരു വാക്കിൽ ഞാൻ ഒതുക്കും. 2 വാക്ക് പറയണം. പൂജയ്ക്ക് എന്താ പറയാനുള്ളത്? കുറച്ച് ആൾക്കാരെ വന്നുള്ളതാ.
എന്തൊക്കെയോ പറയാണ്ട് എന്നാ പറഞ്ഞത്. അങ്ങനെ പറയൂ. ഈ പറഞ്ഞിട്ടാ ഇവിടുന്ന് പോകുള്ളൂ. ഇവിടെ പറയും നമ്മുടെ ഒത്തിരി. മിസ്സിന്റെ വീടിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല വീട്. ഇന്നത്തെ ഫുഡിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല ഫുഡ്. എല്ലാം നല്ലതാണ് ഇതിലെ. പറയാൻ വേണ്ടിട്ട് അതൊക്കെ ചോദിക്കണല്ലോ. പറ. മിസ്സിന്റെ വീടിനെ പറ്റിയോ ഇന്ന് വന്നതിനെ പറ്റിയോ? നല്ല വീടും. ഇവിടെ ഇന്ന് കൂടിയാലോന്ന് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? എല്ലാ പോലെ തന്നെ അടിപൊളി. വേറെന്തായാലും പറയാം. പ്രത്യേകിച്ച് പോലെ പറയാനില്ല. എല്ലാവരും കണ്ടതിൽ സന്തോഷം. പ്രത്യേകിച്ച് ഇവളെ കണ്ടേല് എല്ലാരും കണ്ടല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളൊന്നുമില്ല. എല്ലാരും കണ്ടതിൽ ഭയങ്കര സന്തോഷം. മിസ്സിന് കുറെ കാലത്തിന് ശേഷം കാണില്ല. ഇനിയിപ്പോ ഇനി എപ്പോഴാണ് കാണാമെന്ന് പറയാനിരിക്കും. ചിലപ്പോ എന്റെ കല്യാണത്തിനാവും. പറയാനില്ല. കല്യാണം നമുക്ക് അറിയില്ലല്ലോ. ഒക്കെ ദൈവം നിശ്ചയിച്ചായിരിക്കും. നടക്കും. ഇത് വ്ളോഗാട്ടോ മുത്തേ. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. ശീലു നിലവിളിക്കുന്ന അതൊരു സത്യമാണ്. അതൊരു സത്യമാണ്. ചായ കുടിക്കാൻ പോകുന്നുണ്ടോ? നമ്മള് മിസ്സിന്റെ തറവാട്ടിൽ പോകുവാണ്. തറവാട്ടിൽ നിന്ന് നമ്മൾ ചാടിക്കാൻ പറ്റും. ഗൈസ്, നമ്മൾ അങ്ങനെ ചായ കുടിക്കാൻ പോവുകയാണ്. മിസ്സിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാരും ഉണ്ട്. നമ്മൾ ചായ കുടിക്കാനുള്ള സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിർത്താം. കാറ്റാടിപ്പാടം. ഐ ലവ് കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ നമ്മൾ ഈ കാറിലാണ് വന്നത്. എസ്കോർട്ട് പോകുന്ന പോലെയാണ് നമ്മൾ പോകുന്നത്. സോ മെനി കാർസ്. ബയ്യ മിസ് വണ്ടി. നമ്മളിപ്പോൾ മിസ്സിൻ്റെ വീട്ടിൽ വന്നിട്ട് തറവാട്ടിൽ വന്നിരിക്കുകയാണ്. മിസ്സിൻ്റെ വീട് കണ്ട് അടുത്ത് തറവാട്ടിലേക്ക് വന്ന് ഇപ്പോൾ സമയം 5:20 നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വീട്ടിൽ കയറ്റും അറിയില്ല. പക്ഷെ ഇന്നത്തെ ദിവസം വീട്ടിൽ കയറ്റിയിട്ടില്ലെങ്കിൽ ഈ വ്ലോഗ് കാണില്ല. അടിപൊളി ദിവസം നല്ലത്. ബൈ. നല്ലൊരു നാട്ടുംപുറം. അപ്പൊ ഓക്കെ, ബൈ. ഗൈസ്, അങ്ങനെ നമ്മൾ പോയി ടാറ്റ. വീട്ടിലേക്ക് പോവുകയാണ്. എന്ത് യൂട്യൂബിൽ വരുന്നുണ്ടോ? ബൈ.
കുറേ ബൈ ഉണ്ട്. ഇത് ഞങ്ങൾ ലാസ്റ്റ് ബൈ. ഇതിന് ശരിക്കും പോവാ. എവിടെ പോവാ? വീട്ടിലേക്ക്, വീട്ടിലോട്ട്. അപ്പം ബൈ. എല്ലാരും ഹാപ്പി ആയിട്ട് ബൈ.